ഭവ്യ അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇനി കാസർഗോഡേക്ക് പോവുകയാണ്. കെ വി ബൈജു ചേർന്ന് വിവരങ്ങളുമായി. ബൈജു, ദേശീയപാതകൾ അത് ദുരന്തപാതകളായിക്കൂടാ, ഉടൻ തന്നെ അതിനൊരു നടപടി ഉണ്ടാകണം. നാട്ടുകാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാണ്, ഒപ്പം വലിയ ആശങ്കയിലാണ്. ഇന്നലെ ഇതാ കണ്ണൂരും കാസർഗോഡും ഒക്കെ മണ്ണിടിച്ചിലുണ്ടായത് വലിയ ആശങ്കയാണ് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ, പ്രദേശവാസികൾക്കിടയിൽ സൃഷ്ടിക്കുന്നത് നമുക്കറിയാം. എന്തായാലും കണ്ണൂരിൽ തളിപ്പറമ്പ് കുപ്പത്തും ഇന്നലെ 2 തവണ മണ്ണിടിഞ്ഞു. അത് വലിയ ആശങ്കയിലേക്കാണ് അവിടുത്തെ ആളുകളെ കൊണ്ടുപോകുന്നത്. ഈ വീടുകളിലേക്ക് ചെളിയും മണ്ണും ഒക്കെ കുത്തിയൊലിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് അല്ലെ? എന്താണ് നിലവിലൊരു സാഹചര്യം? എന്താണ് പ്രദേശവാസികൾ പറയുന്നത്? ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ അപകടാവസ്ഥയിലാണ് ദേശീയപാതയിൽ ഓരോ സമീപത്തൊക്കെ താമസിക്കുന്ന ആളുകൾ. ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് കൂളിയങ്കാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. കാഞ്ഞങ്ങാടിന് തൊട്ടടുത്തായ കൂളിയങ്കാലാണ്. ഈ സ്ഥലത്തിന് തൊട്ടടുത്ത് കല്യാൺ റോഡിലാണ് ഒരു ആദ്യത്തെ വിള്ളൽ കണ്ടെത്തിയതും വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായതും. എന്തായാലും ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഭവ്യ. ഇതാണ് ഇന്നലെ രാത്രി മണ്ണിട്ട് മൂടിയതാണ്. ഈ അപകടം നടന്നത് ഉടൻ തന്നെ രാത്രി വന്ന് ഇത്തരത്തിൽ മണ്ണിട്ട് മൂടിയൊരവസ്ഥ. ഇപ്പോഴും ഒരു അപകടാവസ്ഥ. നമുക്ക് വാഹനങ്ങൾ ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ കാണാം ദൃശ്യങ്ങളിൽ കൃത്യമായി. ഇത്രയും അപകടം പിടിച്ച ഒരു പാതയിലൂടെയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടത്തിവിടുന്നതെന്ന് തന്നെയാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്നത്. വെറും ഒരു ദിവസം മാത്രം പെയ്ത മഴയിലാണ് ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി കാലവർഷം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ സമയത്ത് എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഇത് വളരെ പ്രധാനപ്പെട്ട ദേശീയപാതയാണ്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതാണ്. ഇപ്പോഴും നിർമ്മാണം പുരോഗമിക്കുന്ന ഒരിടമാണ്. വലിയ തോതിൽ വെള്ളക്കെട്ട് ഉണ്ടായ ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ റോഡ് വിള്ളലുണ്ടായതും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണ്. ഇതിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി കാണാം. ഇവർ ഈ ഒരു വീട് കാണാം നമുക്ക്. ഇതിന് തൊട്ട് റോഡിൽ തൊട്ടടുത്ത് ഒരു വീട്. ഈ വീട്ടിലൊക്കെ ഉള്ളവർ ജീവൻ പണയം വെച്ചാണ് ഇവിടെ താമസിക്കുന്നവർ എന്ന് വേണം പറയാൻ. ഒരുപാട് വാഹനങ്ങളാണ് ഈ സർവീസ് റോഡ് വഴി ഇങ്ങനെ കടന്നു പോകുന്നത്. അതും ഈ പലയിടങ്ങളിലും ഇത്തരത്തിൽ അപകട ഭീഷണി ഉണ്ട്. ഇടിഞ്ഞു വീഴാൻ രീതിയിൽ ആണ് ഇപ്പോൾ ഇവിടുത്തെ പല റോഡുകളും ഉള്ളത്. ഇനി മഴ കുറച്ചുകൂടി കൂടുതൽ കടുക്കുന്നതോടുകൂടി വലിയ ദുരിതം ആയിരിക്കും. ഏതായാലും വാഹനങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും. ഒരുപാട് വാഹനങ്ങൾ പോകുന്ന സമയത്താണ് ഇത് ഇടിഞ്ഞതെങ്കിൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക. അത് ഏതായാലും അത്തരം ദുരന്തം ഉള്ളതുകൊണ്ടോ ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും ഈ കാര്യത്തിൽ ഒരു മണ്ണിട്ട് നികത്തുന്ന രീതിയിൽ മാത്രമാണ് കാര്യങ്ങളുണ്ട്. ഏതായാലും നമുക്കൊപ്പം ഈ പ്രദേശവാസികൾ തന്നെ ചേരുന്നു. അവരുടെ ആശങ്കകൾ അവർ തന്നെ പങ്കുവെക്കും. എന്താണ് ഇവിടെ ഈ റോഡിന് എന്താണ് സംഭവിച്ചത്? ഇത് മിനിഞ്ഞാന്നത്തെ മഴയിലാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത് ഈ റോഡ്. കാരണം അത് ഇന്നലത്തെ ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു. ഇന്നലെ രാത്രി 11 മണിക്ക് ഒരു മണി ആയിട്ടുണ്ടാവും എന്നാ പറഞ്ഞാൽ അറിയില്ലായിരുന്നു. രാവിലെയാണ് ഇവിടെ കാണുന്നത്. ഒരു കൃത്രിമമായ ഒരു ലേശം ഒരു ജില്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് താൽക്കാലികമായിട്ട് കുറച്ച് ഇട്ടിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. മെഗാ കമ്പനി അതൊരു ശാശ്വത പരിഹാരമല്ല. ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരം നിലക്ക് കോമ്പൗണ്ട് വാൾ വേണം, അതുപോലെ ഡ്രെയിനേജും. ആ ഡ്രെയിനേജിന് വെള്ളം പോകാനുള്ള ഡ്രെയിനേജ് ഇല്ലാത്തതാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിലുണ്ടായത്. ഇത് നിർമ്മിക്കുന്നത് മുമ്പ് അന്ന് തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചതാണ് ഡ്രെയിനേജ് ഇല്ലാതെ ഇങ്ങനെ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് തകരും എന്നുള്ളത്. അതുപോലെ തന്നെ ഒരൊറ്റൊരു മഴക്കാണ് ഇപ്പോൾ തകർന്നിട്ടുള്ളത്. ഒരു മഴക്കാണ് ഇങ്ങനെ തകർന്നു കഴിഞ്ഞാൽ അതുപോലെ തൊട്ടടുത്ത വീടുകളിലുള്ളവർ അവർ കിണറിലേക്കാണ് ഇപ്പം ഈ ഇവിടെ ഒലിച്ചു പോയ മണ്ണും എല്ലാം കിണറിലേക്കാണ് വീണ്ടും. അവർ കുടിവെള്ളം പോലും നിഷേധിക്കുന്ന ഒരു സ്വഭാവം ഇവിടെ ഉണ്ടായി. ഇതിപ്പോ ദേശീയപാതയിൽ നിരന്തരം ഇങ്ങനെ വിള്ളൽ കാണുന്നു, ഇടിച്ചിലുണ്ടാകുന്നു. എന്താണ് നിലവിൽ സാഹചര്യം ഇവിടെ താമസിക്കുന്നത്? അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം. ഈ റോഡ് നിർമ്മാണത്തിന്റെ കോൺട്രാക്ടറെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തുക. കാരണം ഇപ്പോ നമ്മുടെ സമീപത്തുള്ള കൂറ്റൻ മതിൽ, അത് 6 വരിപ്പാതയുടെ കൂറ്റൻ മതിൽ വന്നതോടുകൂടി ഈ നാട് 2 നാടായി മാറിയെന്നുള്ളതാണ്. വലിയ വീതിയുള്ള റോഡ് ഇടുങ്ങിയ റോഡായിക്കൊണ്ട് തന്നെ ഒരു വാഹനമോ മറ്റൊരു വാഹനത്തിന് കടന്നു വരാൻ പറ്റാത്ത അവസ്ഥ. മാത്രമല്ല ഈ കൂടിയങ്കാൽ ഈ റോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലയോര മേഖലയുമായി നിരന്തരമായി ബന്ധപ്പെടേണ്ട റോഡാണ്. ഈ റോഡിൽ വാഹനങ്ങൾക്ക് ഒരാൾ പറ്റുന്നില്ല. തൊട്ടടുത്ത് തന്നെ വീടുകളും ക്വാർട്ടേഴ്സുകളിലെ ആളുകൾ താമസിക്കാൻ വരുന്നില്ല. അത് വെറുതെ ഇങ്ങനെ കിടക്കുന്നു. പക്ഷേ ഗവൺമെന്റ് ടാക്സ് അടക്കുകയും വേണം. അപ്പൊ ഒന്നുകിൽ വീടും ഈ മുഴുവൻ ക്വാർട്ടേഴ്സും ഗവൺമെന്റ് ഏറ്റെടുക്കുക. ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള ഒരവസ്ഥ വേണമല്ലോ. ഈ റോഡ് ഈ രൂപത്തിലായതുകൊണ്ട് ജനങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ നിരന്തരമായുള്ള പ്രശ്നത്തിൽ ഇവിടെ MP സന്ദർശിക്കണം, MLA സന്ദർശിക്കണം, അതേപോലെ ചെയർപേഴ്സൺ വരണം. ഈ രാജ്യത്തിലെ ജനങ്ങൾ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാരും തിരിഞ്ഞു നോക്കില്ല. ഇല്ല, ഇതുവരെ വന്നില്ല. ഇന്നലെ തന്നെ ജനങ്ങൾ ഇക്കാര്യത്തിൽ പ്രക്ഷോഭത്തിനിറങ്ങും എന്ന് പറഞ്ഞപ്പോഴാണ് രാത്രിയുടെ അന്ത്യയാമത്തിൽ ഇവിടെ അല്പം ജില്ലിയും അതുപോലെ സിമെന്റ് ഇവിടെ ഇറക്കിപ്പോയത്.
ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി. അതുകൊണ്ട് ജനങ്ങൾ ഇക്കാര്യത്തിൽ വളരെയേറെ ഉഷാറായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് കണ്ണ് തുറക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് ഭവ്യ സാഹചര്യം. ഇതേ അവസ്ഥയാണ് കുപ്പത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുപ്പത്ത് ഇന്നലെ നിരവധി തവണയാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചൽ ഉണ്ടായത്. വലിയ തോതിൽ ആളുകൾ അവിടെ അപകടാവസ്ഥയിൽ തന്നെ കഴിയുന്നത്. ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പല സ്ഥലങ്ങളിലും പരാതി ഉയരുന്നുണ്ട്. അതാണ് ബൈജു, നമ്മളിപ്പോൾ വളരെ വ്യക്തമായി കണ്ടു. ആ നാട്ടുകാർ നമ്മളോട് പറയുകയും ചെയ്തു. മറ്റാരേക്കാളും അവിടുത്തെ സാഹചര്യം മനസ്സിലാകുന്ന ആ പ്രദേശവാസികൾക്ക് തന്നെയാണ്. അവർ തന്നെ പറയുന്നത് ഒരു മഴയിലാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് മഴക്കാലമാണ്, ഇനി അങ്ങോട്ട് മഴയായിരിക്കും. അങ്ങനെയാണെങ്കിൽ റോഡൊന്നും ബാക്കി ഉണ്ടാവാത്ത സാഹചര്യമാണോ, അല്ലെങ്കിൽ മഴയാണോ വില്ലൻ, അതല്ലെങ്കിൽ ഈ നിർമ്മാണത്തിലെ അപാകതയാണോ, കരാറുകാരാണോ എന്നുള്ള ചോദ്യമൊക്കെ അവിടെ ബാക്കി നിൽക്കുകയാണല്ലേ? തീർച്ചയായും ഭവ്യ, ഇതിൽ ഏറ്റവും പ്രധാനം ഡ്രൈനേജ് സംവിധാനങ്ങൾ പോലും ഒരുക്കാതെയാണ് പല സ്ഥലത്തും ഈ സർവീസ് റോഡ് കടന്നു പോകുന്നത്. മാത്രമല്ല, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ ഒന്നുകൂടി പോയാൽ കാണാം, ഇതിന്റെ നിർമ്മാണം പാതി വഴിയിലെത്തിയ ഒരു അവസ്ഥയാണ്. 2025 അവസാനത്തോടു കൂടി പൂർത്തിയാക്കണമെന്ന് ഒരു കരാറോടുകൂടി നടന്ന പ്രവൃത്തിയാണ്. ഈ നിർമ്മാണ പ്രവൃത്തി ഇത്തരത്തിൽ നടക്കുന്ന പ്രധാന പാതയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ സർവീസ് റോഡിലാണ് വലിയ വാഹനങ്ങൾ പോലും. ദേശീയപാത വഴി നമുക്കറിയാം ഒരുപാട് വാഹനങ്ങളാണ് മുംബൈ തിരുവനന്തപുരം പോകുന്ന ഈ പാതയാണിത്. ഒരുപാട് വാഹനങ്ങളാണ് ഈ സർവീസ് റോഡിലൂടെ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും അപകട കെണി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി വരുന്ന മഴ, അതായത് ഇനി ന്യൂനമർദ്ദം കൂടി വീണ്ടും രൂപപ്പെട്ട സാഹചര്യത്തിൽ വടക്കൻ ജില്ലകളിൽ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വലിയ മഴ ഉണ്ടാകുമെന്ന് വരും ദിവസങ്ങളിൽ. അത്തരം മഴ കൂടി ഇനി വരും ദിവസങ്ങളിൽ വരുമ്പോൾ വലിയ അപകടാവസ്ഥയാണ്. ദേശീയപാതയിൽ എവിടെയാണ് ഇത്തരത്തിൽ അപകടാവസ്ഥ ഇടിഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ വിള്ളൽ ഉണ്ടാകുന്നതൊന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ജില്ലാ കലക്ടർ ഈ കാര്യം, അതായത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന മുഴുവൻ ഇടങ്ങളിലും പരിശോധന നടത്തുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനുശേഷം നടന്നൊരു അപകടമാണ് ഇവിടെ ഈ മണ്ണിടിച്ചിലുടെ വലിയ തോതിൽ ഇത് ഇടിഞ്ഞ് താഴുന്ന ഒരവസ്ഥയുണ്ടായത്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ പരിശോധന നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ വിള്ളൽ അനുഭവപ്പെട്ടത് ഇതൊരു മേൽപ്പാലമാണ്, ഇവിടെ നിർമ്മിക്കുന്ന മേൽപ്പാലമാണ്. ആ മേൽപ്പാലത്തിന്റെ കഴിഞ്ഞ ദിവസം ഒരു വിള്ളൽ അനുഭവപ്പെട്ട ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഇതൊക്കെ ഇടിഞ്ഞ് വീണാൽ ഒരുപാട് വീടുകൾ ഇതിന് സമീപത്തുള്ളത്. ആ വിള്ളൽ കൃത്യമായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതിന് കോൺക്രീറ്റിന് വിള്ളൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതിലിനി മണ്ണ് കൂടി നിറയ്ക്കാനുണ്ട്, അതിന് മുകളിൽ ടാറിങ്ങും വരാനുണ്ട്. ആ പ്രവൃത്തികൾ നടക്കുമ്പോൾ ഒരു പക്ഷേ ഇത് തള്ളി പുറത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ കാര്യത്തിലൊക്കെ ദേശീയപാത അതോറിറ്റി അടിയന്തര ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ പലയിടങ്ങളിലും, അതായത് മട്ലായിക്കുന്നിൽ നമുക്കറിയാം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുന്നിടിഞ്ഞ് വീണ് ഒരു തൊഴിലാളി മരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. എന്തായാലും വലിയ അപകടാവസ്ഥയിലാണ് ദേശീയപാതയിൽ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലും കണ്ണൂരും കാണാൻ സാധിക്കുന്നത്. ഭവ്യ, അതാണ് സാഹചര്യം. KV ബൈജുവും ഒപ്പം CV അനുമോദുമാണ് വിശദവിവരങ്ങൾ നൽകിയത്.